Hello, welcome back to my channel. Today we are discussing about sales promotion. Sales promotion is one of the element of promotion mix. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് അഡ്വർടൈസിങ്ങിനെ കുറിച്ചായിരുന്നു. അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന പ്രൊമോഷൻ മിക്സിൻ്റെ മറ്റൊരു എലമെൻ്റാണ്. അഡ്വർടൈസിംഗ് ഒരു ലോങ് ടേം പ്രൊമോഷൻ എലമെൻ്റ് ആണെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം പ്രൊമോഷണൽ എലമെൻ്റ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ സെയിൽസ് പ്രൊമോഷനെ കുറിച്ചും അതുപോലെ തന്നെ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മൾ ചെയ്യുന്ന തുടർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സെയിൽസ് പ്രൊമോഷൻ എന്താണ്? സെയിൽസ് പ്രൊമോഷൻ്റെ മീനിങ്ങിനെ കുറിച്ച് പറയുന്നത് നോക്കാം. സെയിൽസ് പ്രൊമോഷൻ ഈസ് വൺ ഓഫ് ദ കോമ്പണൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൻ്റെ അഡ്വർടൈസിംഗ് പോലെയുള്ള ഒരു കോമ്പണൻറ്റ് തന്നെയാണ് സെയിൽസ് പ്രൊമോഷൻ. It is generally a short-term tool used to stimulate immediate increase in demand. മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ടൂളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ സിംപ്ലി മീൻസ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു പ്രൊമോട്ട് സെയിൽസ്. മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിനെയൊക്കെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയും. അക്കോർഡിംഗ് ടു റോജർ എ സ്ട്രാങ് പറയുന്നു, സെയിൽസ് പ്രൊമോഷൻ ഈസ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ടു എൻകറേജ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഓക്കെ, ഇൻ ഷോർട്ട്, സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് പ്രൊമോട്ടിംഗ് സെയിൽസ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ മാർക്കറ്റർ അദ്ദേഹം അല്ലെങ്കിൽ ബിസിനസ് മാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രധാനമായിട്ട് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ സെയിൽസ് പ്രൊമോഷനായിട്ടാണ് വരുന്നത്. ഓക്കെ, സെയിൽസ് പ്രൊമോഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെയിൽസ് പ്രൊമോഷനും അഡ്വർടൈസ്മെൻറ്റും തമ്മിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ്, അഡ്വർടൈസിങ് എയിംസ് അറ്റ് അട്രാക്റ്റിംഗ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെയാണ് അഡ്വർടൈസിങ് അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നാൽ സെയിൽസ് പ്രൊമോഷൻ അട്രാക്റ്റിംഗ് നോട്ട് ഓൺലി കൺസ്യൂമേഴ്സ് ബട്ട് ഓൾസോ മിഡിൽമെൻ ആൻഡ് സെയിൽസ് എംപ്ലോയീസ്. കൺസ്യൂമേഴ്സിനെ മാത്രമല്ല, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മിഡിൽമാൻ ആയ അതുപോലെ തന്നെ സെയിൽസ് കണ്ടക്ട് ചെയ്യുന്ന സെയിൽസ് എംപ്ലോയീസിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ തന്നെ അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ്. അഡ്വർടൈസിങ് അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ്, എന്നാൽ സെയിൽസ് പ്രൊമോഷൻ അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് ക്വിക്ക് സെയിൽസ് ഓർ ഇൻഡ്യൂസ് ട്രയൽ. ഓക്കെ, പെട്ടെന്നുള്ള സെയിൽസാണ് സെയിൽസ് പ്രൊമോഷൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അപ്പീൽ ആർ ഇമോഷണൽ അപ്പീൽസ് ആണ്, എന്നാൽ സെയിൽസ് പ്രൊമോഷൻ അപ്പീൽസ് ആർ റാഷണൽ ആണ്. ഓക്കെ, ദെൻ എഫക്റ്റീവ് ഇൻ ദ ലോങ് റൺ. അഡ്വർടൈസിംഗ് ലോങ് റണ്ണിലേക്കാണ് എഫക്റ്റീവ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. എന്നാൽ സെയിൽസ് പ്രൊമോഷൻ എഫക്റ്റീവ് ഇൻ ദ ഷോർട്ട് റൺ. വളരെ കുറഞ്ഞ കാലത്തേക്കാണ് സെയിൽസ് പ്രൊമോഷൻ എഫക്റ്റീവ് ആവുന്നത്. ഇൻഡയറക്റ്റ് അപ്രോച്ചാണ് അഡ്വർടൈസിംഗ്, എന്നാൽ സെയിൽസ് പ്രൊമോഷൻ ഡയറക്റ്റ് അപ്രോച്ചാണ്. അഡ്വർടൈസിംഗ് പാർട്ട് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് അഡ്വർടൈസിങ്സ്. എന്നാൽ സെയിൽസ് പ്രൊമോഷനിൽ അഡ്വർടൈസിങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ദെൻ ഇറ്റ് യൂസസ് പുൾ സ്ട്രാറ്റജി, എന്നാൽ സെയിൽസ് പ്രൊമോഷൻ ഇറ്റ് യൂസസ് പുഷ് സ്ട്രാറ്റജി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണ്. സെയിൽസ് പ്രൊമോഷൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് നോക്കാം. സെയിൽസ് പ്രൊമോഷൻ പ്രധാനമായിട്ടും 3 കൂട്ടരെയാണ് എയിം ചെയ്യുന്നത്. ഫസ്റ്റ്, കൺസ്യൂമേഴ്സിനെയാണ്. മറ്റൊന്ന് ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഡീലേഴ്സാണ്, അതിനെ ട്രേഡ് പ്രൊമോഷൻ എന്ന പേരിൽ അറിയപ്പെടും. ദെൻ തേർഡ് വൺ, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനെയാണ്. സെയിൽസ്മാൻമാരെയാണ് സെയിൽസ് പ്രൊമോഷൻ എയിം ചെയ്യുന്നത്. അതിൽ നമുക്ക് ആദ്യം കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ഏതൊക്കെയെന്ന് നോക്കാം. These include the activities to induce the consumers to buy more. കൺസ്യൂമർ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ കൂടുതലായിട്ട് പ്രൊഡക്ട്സ് വാങ്ങാൻ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ദീസ് ആക്ടിവിറ്റീസ് ആർ എയിംഡ് ടു എഡ്യൂക്കേറ്റ് ഓർ ഇൻഫോം ദ കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ടു സ്റ്റിമുലേറ്റ് ദം. ദ ഫോളോയിങ് ആർ ദ വേരിയസ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് യൂസ്ഡ് അറ്റ് ദ കൺസ്യൂമേഴ്സ് ലെവൽ. കൺസ്യൂമേഴ്സ് ലെവലിൽ ഉപയോഗിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ സ്കീമുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, സാമ്പിൾസ് ആണ്. Samples are small quantities of the product which are offered to the customers to trial the product.
These are generally distributed free by the marketers. മാർക്കറ്റേഴ്സ് സാമ്പിൾസ് സാധാരണ ഫ്രീ ആയിട്ടാണ് നൽകാറ്. ഒറിജിനൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് നൽകും, ആ പ്രൊഡക്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ. അങ്ങനെ ആ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് വാങ്ങുകയും ചെയ്യും. ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂളാണ് സാമ്പിൾസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മറ്റൊരു കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷനാണ്, അല്ലെങ്കിൽ കൺസ്യൂമറിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് കൂപ്പൺസ് എന്ന് പറയുന്നത്. കൂപ്പൺസ് ആർ സർട്ടിഫിക്കറ്റ്സ് ഓഫറിംഗ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓൺ ദ പർച്ചേസ് ഓഫ് എ സ്പെസിഫിക് പ്രൊഡക്റ്റ്. ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൊരു എമൗണ്ട് ഓഫ് റിഡക്ഷൻ, അതിൻ്റെ ക്യാഷിലുള്ള ഒരു എമൗണ്ട് ഓഫ് റിഡക്ഷന് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്തുകൊണ്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്സാണ്, ഒരു സ്മോൾ സർട്ടിഫിക്കറ്റാണ് കൂപ്പൺസ് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് കേസസ് ദീസ് കൂപ്പൺസ് ആർ പുട്ട് ഇൻസൈഡ് ദ പാക്കേജ്. നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ ആ പാക്കിൻ്റെ ഉള്ളിലായിരിക്കും ഈ കൂപ്പൺസ് ഉണ്ടാവുക. ദ കൺസ്യൂമർ വിൽ റിസീവ് എ പ്രൈസ് റിഡക്ഷൻ ഓൺ ദ സ്റ്റേറ്റഡ് വാല്യൂ ഓഫ് ദ കൂപ്പൺ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ, ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ ആ കൂപ്പൺസ് ഉണ്ടാവും. ആ കൂപ്പൺസിൽ കൺസ്യൂമേഴ്സ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന പ്രൈസ് റിഡക്ഷന് ആ കൺസ്യൂമർ ആ പ്രൊഡക്റ്റിന് വാങ്ങുന്ന സമയത്ത് റിഡക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ടോട്ടൽ പ്രൈസ് എന്ന് റിഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ട് കിട്ടും കൺസ്യൂമർക്ക്. ഓക്കെ, മറ്റൊന്ന് റിബേറ്റ്സ് ആണ്. റിബേറ്റ് പ്രൊവൈഡ്സ് എ പ്രൈസ് റിഡക്ഷൻ ആഫ്റ്റർ ദ പർച്ചേസ് ആൻഡ് നോട്ട് അറ്റ് ദ റീറ്റെയിൽ ഷോപ്പ്. റിബേറ്റ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നൽകിയതിന് ശേഷം കിട്ടുന്ന ഡിഡക്ഷനാണ്. ഓക്കെ, ഇത് റീറ്റെയിൽ ഷോപ്പ് നല്ല സാധാരണ റിബേറ്റ്സ് കിട്ടുന്നത്. ദ കൺസ്യൂമർ സെൻസ് എ സ്പെസിഫൈഡ് പ്രൂഫ് ഓഫ് പർച്ചേസ് ദാറ്റ് ഈസ് ബിൽ ടു ദ മാനുഫാക്ചർ ഹു റീഫണ്ട്സ് പാർട്ട് ഓഫ് ദ പർച്ചേസ് പ്രൈസ് ബൈ മെയിൽ. റിബേറ്റ് സാധാരണ കൺസ്യൂമർ പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ഈ വാങ്ങിയ റിബേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് എങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാങ്ങിയ ബില്ല് മാനുഫാക്ചർക്ക് അയച്ചു കൊടുക്കും. ഒരു പ്രൂഫായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ മാനുഫാക്ചർ റിബേറ്റ് പ്രഖ്യാപിച്ച പ്രൊഡക്ട്സുകളാണെങ്കിൽ ആ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചിത എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൺസ്യൂമർക്ക് തന്നെ നൽകും. ഓക്കെ, അത് മെയിലായിട്ടൊക്കെ തിരിച്ച് ആ പർച്ചേസ് പ്രൈസ്, ഒരു പാർട്ട് ഓഫ് പർച്ചേസ് പ്രൈസ് സ്മോൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു സ്കീമാണ് റിബേറ്റ്സ് എന്ന് പറയുന്നത്. മറ്റൊരു കൺസ്യൂമർ പ്രൊമോഷൻ ടൂളാണ് മണി റീഫണ്ട് ഓഫേഴ്സ് ആണ്. ഇഫ് ദ ബയർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ്, വാങ്ങിയ പ്രൊഡക്റ്റിന് ബയർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എ പാർട്ട് ഓർ whole of the buyer's money will be refunded within stated period. This offer is usually stated on the package. മണി റീഫണ്ട് ഓഫറുകൾ എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൻ്റെ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ വാങ്ങുന്ന പ്രൊഡക്ട്സുകൾ കൺസ്യൂമർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ അദ്ദേഹം നൽകിയ മൊത്തം ക്യാഷ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി എമൗണ്ട്, അദ്ദേഹം നൽകിയ ഒരു പാർട്ട് ഓഫ് ദി എമൗണ്ട് റീഫണ്ട് ചെയ്ത് ഒരു അതിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യുമെന്ന് അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു ടൂളാണ് മണി റീഫണ്ട് ഓഫേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്നാണ് പ്രൈസ് പാക്സ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് send off deals or price of offer. In this method the customer is offered a reduction from the printed price of product. ഈ മെത്തേഡിൽ കസ്റ്റമർക്ക് റിഡക്ഷൻ കിട്ടുന്നത് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ പ്രൈസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിസ്കൗണ്ടാണ്. ദിസ് മെത്തേഡ് ഈ സ്റ്റിമുലേറ്റ്സ് സെയിൽസ് ഡ്യൂറിങ് ആൻഡ് ഓഫ് സീസൺ. ഓഫ് സീസണിലാണ് സാധാരണ ഈ പ്രൈസ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാൻസ് ആർ സോൾഡ് അറ്റ് എ റിഡക്ഷൻ റേറ്റ് ഇൻ റെയിനി സീസൺ. ഇപ്പോൾ മഴക്കാലത്ത് ഫാനുകൾക്കൊക്കെ ഓഫ് സീസണാണ്, അതുകൊണ്ട് സീസൺ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫാനുകൾക്കൊക്കെ പ്രൈസ് പാക്ക് ടൂൾ ഓഫേഴ്സ് കൊടുക്കും. ഓക്കെ, ആ ഫാനിൻ്റെയൊക്കെ എമൗണ്ട്, പ്രിൻ്റ് ചെയ്ത എമൗണ്ടിൽ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ഈ മെത്തേഡാണ് പ്രൈസ് പാക്ക് എന്ന് പറയുന്നത്.
മറ്റൊന്നാണ് പ്രീമിയം ഓഫർ. പ്രീമിയം ഓർ ഗിഫ്റ്റ്സ് ആർ ഗുഡ്സ് ഓഫേർഡ് അറ്റ് എ ലോവർ പ്രൈസ് ഓർ ഫ്രീ ആസ് ആൻ ഇൻസെൻറ്റീവ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. പ്രീമിയം ഓഫറിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിനോട് കൂടെ ഒരു ഫ്രീ ആയിട്ടൊരു പ്രൊഡക്റ്റ് നൽകുകയാണ്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവായിട്ടൊരു പ്രൊഡക്റ്റ് നൽകുകയാണ്. ഒന്നെങ്കിൽ അത് ഫ്രീ ആയിട്ട് നൽകും, അതല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിയാൽ അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലോവർ പ്രൈസ് പ്രൊഡക്റ്റും കൂടി നൽകും. ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സുകളായ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, വാഷിംഗ് പൗഡർ എക്സെട്ര ഈ രീതിയിലുള്ള പ്രൊഡക്ട്സുകൾക്കായിരിക്കും സാധാരണ ഈ ഓഫർ നൽകുക. ഫോർ ഇൻസ്റ്റൻറ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എന്നെ കസ്റ്റമർ ബൈസ് 2 soap, എ സോപ്പ് ബോക്സ് ഈസ് ഗിവൺ ഫ്രീ അലോങ് വിത്ത് ദ സോപ്പ്. കസ്റ്റമർ 2 സോപ്പ് വാങ്ങിയാൽ ഒരു സോപ്പിൻ്റെ ബോക്സ് ഫ്രീ ആയിട്ട് നൽകും എന്ന് പറയും. ഈ രീതിയിലുള്ള ഇവിടെ ഈ സോപ്പ് ബോക്സാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോപ്പ് ബോക്സ് ഫ്രീ ആയിട്ട് നൽകും. ഓക്കെ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നൽകും. ഈ ഓഫറാണ് പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബൈ ബാക്ക് അലവൻസ്. ദിസ് ഈസ് ആൻ അലവൻസ് ഫോളോയിങ് എ പ്രീവിയസ് ട്രേഡ് ഡീൽ. മുമ്പ് നടത്തിയ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു അലവൻസ് ആണ് ബൈ ബാക്ക് അലവൻസ്. ദ അലവൻസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സെർട്ടൈൻ എമൗണ്ട് ഓഫ് മണി ഫോർ ന്യൂ പർച്ചേസസ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രീവിയസ് പർച്ചേസ്. കസ്റ്റമർ പ്രീവിയസ് പർച്ചേസ് എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബേസിൽ പുതിയ പർച്ചേസ് നടത്തുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണിയിൽ നൽകുന്ന അലവൻസാണ് അല്ലെങ്കിൽ ഡിഡക്ഷനാണ് ബൈ ബാക്ക് അലവൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് ഫ്രീ ട്രയൽസ് ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഇൻവൈറ്റിംഗ് ബയേഴ്സ് ടു ട്രൈ ദ പ്രൊഡക്റ്റ് വിത്തൗട്ട് കോസ്റ്റ്, ഹോപ്പിംഗ് ദാറ്റ് ദ ബയർ വിൽ ബൈ ദ പ്രൊഡക്റ്റ്. ഈ ടൂൾ ഉപയോഗിക്കുന്നത് സാധാരണ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ പറയും. ഓക്കെ, അവർക്ക് കോസ്റ്റ് ഒന്നും വരാത്ത രീതിയിൽ, അവർക്ക് കോസ്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ പ്രൊഡക്റ്റ് ട്രയൽ ചെയ്ത് നോക്കാൻ പറയും. ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് അത് ട്രയൽ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അവർ ട്രയൽ ചെയ്ത് നോക്കി കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പ്രൊഡക്റ്റ് വാങ്ങും. ഈ ഒരു പ്രതീക്ഷയുടെ ബേസിലാണ് ഈ ഫ്രീ ട്രയൽസ് ഒക്കെ നടത്തുന്നത്. അതുപോലെ പ്രൈസസ് ആണ് മറ്റൊന്ന്. പ്രൈസസ് ആർ ദ ഓഫേഴ്സ് ഓഫ് ദ ചാൻസ് ടു വിൻ ക്യാഷ്, ട്രിപ്സ് ഓർ ഗുഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് പർച്ചേസിങ് സംതിങ്. ദിസ് മേ ടേക്ക് ദ ഫോം ഓഫ് കോണ്ടസ്റ്റ് ഓർ ഗെയിം എക്സെട്ര. പ്രൈസസ് നൽകിക്കൊണ്ട് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ബിസിനസ്മാന് ഇവിടെ ചില കോണ്ടസ്റ്റുകൾ അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. ഇതിൽ പങ്കെടുത്തിട്ട് വിജയിക്കുന്നവർക്ക് ക്യാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിപ്പുകളൊക്കെ അതല്ലെങ്കിൽ ഗുഡ്സുകളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഇങ്ങനെ പ്രൈസുകൾ നൽകുന്ന, സമ്മാനങ്ങൾ നൽകുന്ന മെത്തഡാണ് മറ്റൊരു പ്രൊമോഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്, കൺസ്യൂമർ പ്രൊമോഷൻ ടൂളായിട്ട്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ന്യൂ ബ്രാൻഡ്, പുതിയ ബ്രാൻഡുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻസ് സ്റ്റോറുകളിലൊക്കെ അറേഞ്ച് ചെയ്യും. അത് ഫെയർസ് ആൻഡ് എക്സിബിഷൻ സമയങ്ങളിലൊക്കെ ആയിരിക്കും ചെയ്യുക. ഇനി അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡോർ ടു ഡോർ ബേസിസിലായിട്ടും ഡെമോൺസ്ട്രേഷൻ അറേഞ്ച് ചെയ്യും. പ്രൊഡക്ട്സുകൾ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കും കസ്റ്റമേഴ്സിന് മുമ്പിൽ. എന്നിട്ട് കസ്റ്റമേഴ്സ് അതിൽ അട്രാക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവരത് വാങ്ങും. ദീസ് ആർ മെയിൻലി എംപ്ലോയിഡ് ഫോർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഗുഡ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ട് ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുന്നത്. മറ്റൊന്ന് കൺസ്യൂമർ കോണ്ടസ്റ്റ് ആണ്. വേരിയസ് കോമ്പറ്റീറ്റേഴ്സ് സച്ച് ആസ് വാക്ക് ആൻഡ് വിൻ, സിംഗിങ് കോണ്ടസ്റ്റ്, എസ്സേ ഓർ ക്വിസ് കോമ്പറ്റീഷൻസ് ആർ ഓർഗനൈസ്ഡ് എമോങ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഇങ്ങനെയുള്ള കോണ്ടസ്റ്റുകളും എസ്സേ കോമ്പറ്റീഷനും ക്വിസ് കോമ്പറ്റീഷനും വാക്ക് ആൻഡ് വിൻ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അതിൽ വിജയിക്കുന്നവർക്ക് പ്രൈസുകൾ നൽകും. ഇതാണ് കൺസ്യൂമർ കോണ്ടസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് സ്വീപ് സ്റ്റേക്സ് ആണ്. ദ കസ്റ്റമേഴ്സ് ആർ ഗിവൺ കൂപ്പൺസ് ബെയറിംഗ് നമ്പേഴ്സ് വെൻ ദേ മേക്ക് പർച്ചേസസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കൂപ്പൺ നൽകും. ആ കൂപ്പണിലൊരു നമ്പർ ഉണ്ടാവും. ശേഷം വിന്നേഴ്സ് ആർ ഡിസൈഡ് ത്രൂ ഡ്രോയിങ് ബൈ ലോട്ട്സ്. ശേഷം ഈ ആ നിശ്ചിത പീരീഡിനുള്ളിൽ എത്ര കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അത്രയും കൺസ്യൂമേഴ്സിന് കൂപ്പൺസ് നൽകിയിട്ടുണ്ടാവും. ആ കൂപ്പൺസിലൊക്കെ നമ്പേഴ്സും ഉണ്ടാവും. ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ നമ്പറുകൾ ഉണ്ടാവും. ശേഷം ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു നറുക്ക് എടുക്കും. സ്വാഭാവികമായിട്ടും അതിലാരാണോ പ്രൈസ് വിൻ ചെയ്യുന്നത്, ഏത് ലോട്ടാണ് എടുക്കുന്നത്, ആ ലോട്ടിന് കമ്പനി ഫാബുലസ് പ്രൈസസ് നൽകും.
ഈ ഒരു മെത്തേഡാണ് സ്വീപ്സ്റ്റേക്സ് എന്നൊക്കെ പറയുന്നത്. സാധാരണ ടെക്സ്റ്റൈൽസിലൊക്കെ നമ്മൾ കാണുന്നതാണ്. നിശ്ചിത എമൗണ്ടിൻ്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പൺ നൽകും. ആ കൂപ്പണിൽ നമ്പേഴ്സ് ഉണ്ടാവും. ശേഷം അവർ നറുക്കെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രൈസുകൾ ഒക്കെ നൽകും. ഓക്കെ, മറ്റൊന്ന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. വളരെ പോപ്പുലറായിട്ട് ചെയ്യുന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്നത്. An alternative to this approach is the buy two get the third item free. Buy one get one free means നമ്മൾ ചില പ്രൊഡക്ട്സുകൾ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്ന് ഫ്രീ എന്ന് പറയും. അതല്ലെങ്കിൽ 2 പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമതൊന്ന് ഫ്രീ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളിൽ നമ്മൾ കാണുന്ന ഈ ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന് മീൻസ് ഈ സെയിൽസ് പ്രൊമോഷൻ ടൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷനിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കൺസ്യൂമർ പ്രൊമോഷൻ ടൂൾസുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന് ഡീലേഴ്സ് പ്രൊമോഷനാണ്, അല്ലെങ്കിൽ ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയും. എന്താണ് ട്രേഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഡീലർ പ്രൊമോഷൻ എന്ന് നോക്കാം. ഫോർ സെക്യൂറിംഗ് ദ കോപ്പറേഷൻ ഓഫ് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മാനുഫാക്ചർ യൂസസ് എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കോപ്പറേഷന്, സഹകരണം മാനുഫാക്ചർക്ക് അനിവാര്യമാണ് പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ കോപ്പറേഷന് സാധ്യമാക്കാൻ ഉറപ്പുവരുത്താൻ വേണ്ടി മാനുഫാക്ചർ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ദീസ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് ആൻഡ് എന്തൂസിയാസം ഓഫ് ഡീലേഴ്സ് ആർ കോൾഡ് ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷൻ. ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ഡീലേഴ്സിൻ്റെ ഉത്സാഹം, അവരുടെ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡീലർ സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഡീലേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രൊമോഷൻ ആക്ടിവിറ്റീസൊക്കെയാണ് ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് പ്രൊമോഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദീസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്കീംസ്. ഈ ട്രേഡ് പ്രൊമോഷനിൽ അല്ലെങ്കിൽ ഡീലേഴ്സ് പ്രൊമോഷനിൽ വരുന്ന സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. First one, price deals ആണ്. Under this, special discounts are offered over and above the regular discount. റെഗുലർ ഡിസ്കൗണ്ട് നൽകുന്നതിന് പുറമെ തന്നെ ഡീലേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി നൽകുന്നു. അതല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ സാധാരണ ഡിസ്കൗണ്ട് നൽകുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒരു ഡിസ്കൗണ്ട് നൽകുന്നു. അതാണ് പ്രൈസ് ഡീൽസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് പുറമെ മറ്റൊരു ഡിസ്കൗണ്ടും കൂടി നൽകുന്നതാണ് പ്രൈസ് ഡീൽസ്. മറ്റൊന്ന് ഫ്രീ ഗുഡ്സ് ആണ്. മാനുഫാക്ചേഴ്സ് ഗിവ് അവേ അട്രാക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആർട്ടിക്കിൾസ് ആസ് പ്രസൻസ് ടു ദ ഡീലേഴ്സ് വെൻ ദേ ബൈസ് എ സെർട്ടൈൻ ക്വാണ്ടിറ്റി. മാനുഫാക്ചർ അടുത്തുനിന്ന് ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു സെർട്ടൈൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഗുഡ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് അട്രാക്റ്റീവായിട്ട് ചില ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ നൽകുന്നു. അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ഒരുപക്ഷെ ട്രാൻസിസ്റ്റർ ആവാം, റേഡിയോ സെറ്റ്സ്, ക്ലോക്സ്, ചെയറുകൾ, ടേബിൾസ്, ക്യാഷ് ബോക്സസ്, ഡ്രസ് മെറ്റീരിയൽസൊക്കെ അവർക്ക് നൽകും. ഇങ്ങനെ ഡീലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചില ഗിഫ്റ്റുകളൊക്കെ നൽകുന്നതിനാൽ അതിനെ ഫ്രീ ഗുഡ്സ് എന്ന് പറയാം. മറ്റൊന്ന് അഡ്വർടൈസിങ് മെറ്റീരിയൽസ് ആണ്. ദ മാനുഫാക്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് സം അഡ്വർടൈസിങ് മെറ്റീരിയൽസ് സച്ച് ആസ് സ്റ്റോർ സൈൻസ്, ഷെൽഫ് സൈൻസ്, ബോർഡ്സ് എക്സെട്ര ഫോർ ഡിസ്പ്ലേ പർപ്പസസ്. ഡീലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ്, അവർ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്ട്സുകൾ ഡിസ്പ്ലേക്ക് വെക്കാൻ ആവശ്യമായിട്ടുള്ള ചില അഡ്വർടൈസിങ് മെറ്റീരിയൽസുകൾ നൽകുന്നു ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, അത് സ്റ്റോർ സൈനുകളായിട്ടോ ഷെൽഫ് സൈനുകളായിട്ടോ ബോർഡുകളൊക്കെയാണ് ഇവിടെ ഡീലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ അവർക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ ആവശ്യമായുള്ള സംഭവങ്ങളും കൂടി, അല്ലെങ്കിൽ ഐറ്റംസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് അലവൻസ് എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ്സ് എ ഡിസ്കൗണ്ട് ഓർ ഡീൽ ഓഫേർഡ് ടു റീറ്റെയിലേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ടു എൻകറേജ് ദം ടു സ്റ്റോക്ക്. ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് നൽകുന്നൊരു ഓഫറാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടാണ് ട്രേഡ് അലവൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഈ ഓഫർ നൽകുന്നത് അവർ മാനുഫാക്ചറിൽ നിന്ന് ധാരാളം പ്രൊഡക്ട്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ അവരത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
or to promote or to display the manufacturer's products. മാനുഫാക്ചറുടെ പ്രൊഡക്ട്സ് ധാരാളം വാങ്ങി സ്റ്റോക്ക് ചെയ്യുക, എന്നിട്ട് അത് മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അത് കസ്റ്റമർക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ കൊടുക്കുന്ന ഓഫറാണിത്. ദ വേരിയസ് ടൈപ്സ് ഓഫ് ട്രേഡ് അലവൻസസ് ആർ ആസ് ഫോളോസ്: ബൈയിങ് അലവൻസസ്, പ്രൊമോഷണൽ അലവൻസസ്, സ്ലോട്ടിംഗ് അലവൻസസ് ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള ട്രേഡ് അലവൻസുകൾ എന്ന് പറയുന്നത്. പുതിയ പ്രൊഡക്ട്സ് ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സിനൊക്കെ നൽകുന്ന അലവൻസാണ് സ്ലോട്ടിംഗ് അലവൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിംഗ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ് ഗിവൺ ടു ഡീലേഴ്സ് ഓർ ടു ദെയർ സെയിൽസ് ഫോഴ്സ് ടു പുഷ് ദ മാനുഫാക്ചേഴ്സ് പ്രൊഡക്ട്സ്. മാനുഫാക്ചറുടെ പ്രൊഡക്ട്സ് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് ഫോഴ്സിന് നൽകുന്ന ഒരു അല്ലെങ്കിൽ ഡീലേഴ്സിന് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ദ ഗിഫ്റ്റ്സ് കൺസിസ്റ്റ് ഓഫ് ലോ items bearing the company's name such as pens, diaries, pencils, calendars, purses, memo pads ഇങ്ങനെയുള്ളതൊക്കെ കമ്പനി എന്ത് ചെയ്യും, ഗിഫ്റ്റായിട്ട് ഡീലേഴ്സിന് നൽകും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീലർ കോൺടെസ്റ്റ് ആണ് മറ്റൊന്ന്. ദിസ് ഈസ് എ സെയിൽസ് ഇൻസെൻറ്റീവ് കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് എമോങ് ദ ഡീലേഴ്സ് ഓർ സെയിൽസ്മാൻ. ഡീലേഴ്സിലോ അല്ലെങ്കിൽ സെയിൽസ്മാനിലോ കമ്പനി നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ, സെയിൽസ് ഇൻസെൻറ്റീവ് കോമ്പറ്റീഷനാണ് ഡീലർ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് വിൻഡോ ഡിസ്പ്ലേ, സെയിൽസ് കോൺടെസ്റ്റ്, സ്റ്റോർ ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള ഫോമിലായിരിക്കും ഈ ഡീലർ കോൺടെസ്റ്റ് നടത്തുക. അതായത് ഡീലേഴ്സ് അവർ മാനുഫാക്ചറിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്ട്സുകളൊക്കെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു അതിൻ്റെ ബേസിൽ കോമ്പറ്റീഷൻ. അതുപോലെ തന്നെ സെയിൽസ് കോൺടെസ്റ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു, ലാർജ് സെയിൽസ് വോളിയം ആരാണ് വിൽക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റോറിൽ എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യുന്നു, ഈ കാര്യങ്ങളുടെ ബേസിൽ അല്ലെങ്കിൽ ഈ ഫോർമാറ്റിൽ നടത്തുന്ന കോമ്പറ്റീഷനാണ് ഡീലർ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് പ്രൈസസ് നൽകും മാനുഫാക്ചേഴ്സ്. മറ്റൊന്ന് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. മെനി പ്രൊഡക്ട്സ് സോൾഡ് അറ്റ് ദ റീറ്റെയിൽ ലെവൽ റിക്വയർ എ നോളജബിൾ സെയിൽസ് പീപ്പിൾ. റീറ്റെയിൽ ലെവലിൽ ധാരാളം പ്രൊഡക്ട്സുകൾ വിൽക്കുന്ന സമയത്ത് അത്യാവശ്യം അറിവുള്ള അല്ലെങ്കിൽ ഇത് വിൽക്കാൻ പ്രാപ്തമായിട്ടുള്ള കഴിവുള്ള സെയിൽസ് പേഴ്സന് അനിവാര്യമാണ്. സോ മാനുഫാക്ചേഴ്സ് മേ കണ്ടക്ട് ക്ലാസസ് ഓർ ട്രെയിനിങ് സെഷൻസ് ദാറ്റ് റീറ്റെയിൽ പേഴ്സണൽ ക്യാൻ അറ്റൻഡ് ടു ഇൻക്രീസ് ദെയർ നോളജ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ എ പ്രൊഡക്റ്റ് ലൈൻ. ഈ കേസിൽ മാനുഫാക്ചേഴ്സ് ഇങ്ങനെ സെയിൽസ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് നൽകാൻ വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ഈ സെയിൽസ് ഫോഴ്സിന് അല്ലെങ്കിൽ ഡീലേഴ്സിന് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടോ പ്രൊഡക്റ്റ് ലൈനുമായി ബന്ധപ്പെട്ടോ അവർക്കുള്ള നോളജ് ഇൻക്രീസ് ചെയ്യാൻ, അവരുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻസാണ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സെയിൽസ് പ്രൊമോഷൻ്റെ കൈൻഡ്സിൽ നമ്മൾ 2 ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡീലേഴ്സിനുള്ളതും കൺസ്യൂമേഴ്സിനുള്ളതും. ഇനി സെയിൽസ് ഫോഴ്സിനുള്ള സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകൾ ഏതൊക്കെയാണ് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് സെയിൽസ് ഫോഴ്സിന് പ്രൊമോഷൻ നൽകുന്നത്? ദ എയിം ഓഫ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ഈസ് ടു മേക്ക് ദ സെയിൽസ്മാൻ എഫേർട്സ് മോർ എഫക്റ്റീവ്. സെയിൽസ്മാൻ്റെ എഫേർട്സുകളുടെ പരിശ്രമങ്ങൾ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് സെയിൽസ് ഫോഴ്സിന് പ്രൊമോഷൻ നൽകുന്നത്. ഏതൊക്കെയാണ് ആ പ്രൊമോഷൻ ടൂൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബോണസ് ടു സെയിൽസ് ഫോഴ്സ് ആണ്. ദോസ് സെയിൽസ്മാൻ ഹു അച്ചീവ് ടാർഗറ്റഡ് സെയിൽസ് ഓർ മോർ വിൽ ബി പെയ്ഡ് ആൻ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഇൻ ദ ഫോം ഓഫ് ബോണസ്. അതായത് ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ടാർഗറ്റഡ് സെയിൽസ് കണ്ടക്ട് ചെയ്ത സെയിൽസ്മാന് മോർ ഇൻസെൻറ്റീവ് നൽകുക. അതല്ലെങ്കിൽ ടാർഗറ്റഡ് സെയിൽസിനേക്കാൾ കൂടുതൽ സെയിൽസ് കണ്ടക്ട് ചെയ്ത സെയിൽസ്മാന് കൂടുതൽ ഇൻസെൻറ്റീവ് നൽകുന്നു. ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് ഹെൽപ്സ് ബോത്ത് ദ ഫേം ആൻഡ് സെയിൽസ്മാനും ഫേമിനും ഇത് ഇങ്ങനെ സെയിൽസ് കണ്ടക്ട് ചെയ്താൽ ഫേവറാണ്. എന്താണ് ഫേവർ എന്ന് നോക്കാം. ദ ഫേം ഗെറ്റ്സ് ഇൻക്രീസ്ഡ് സെയിൽസ് റിസൾട്ടിങ് ഇൻ മോർ പ്രോഫിറ്റ്സ്. സെയിൽസ്മാൻ ധാരാളം സെയിൽസ് കണ്ടക്ട് ചെയ്താൽ അല്ലെങ്കിൽ ടാർഗറ്റ് സെയിൽസിനേക്കാൾ കൂടുതൽ സെയിൽസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന് കൂടുതൽ സെയിൽസ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റും കിട്ടും. അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഇങ്ങനെ ടാർഗറ്റഡ് സെയിൽസിനേക്കാൾ കൂടുതൽ സെയിൽസ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെയിൽസ്മാന് കിട്ടും എന്നുള്ളത് കൊണ്ട് സെയിൽസ്മാനും കൂടുതൽ ഏണിങ്സ് നേടാൻ സാധിക്കും. മറ്റൊരു സെയിൽസ് ഫോഴ്സ് ടൂളാണ് സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ് ആണ് മറ്റൊന്ന്. Sales contests are announced to encourage the salesman to double or multiply their selling efforts and interest over a specified time. സെയിൽസ് കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിൽസ്മാനെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവരുടെ എഫേർട്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി, ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്
അവർക്ക് താല്പര്യമുണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രൈസസ് ആർ ഗിവൺ ടു ദ സെയിൽസ്മാന് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന സെയിൽസ്മാന് പ്രൈസസ് നൽകും. ഹു അച്ചീവ്സ് ദ മാക്സിമം സെയിൽസ് ഇൻ ദ കോൺടെസ്റ്റ്. ഈ കോൺടെസ്റ്റിൽ മാക്സിമം സെയിൽസ് അച്ചീവ് ചെയ്യുന്ന സെയിൽസ്മാന് പ്രൈസുകൾ നൽകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സെയിൽസ്മാന് കോൺടെസ്റ്റുകൾ നൽകുന്നു, സെയിൽസ് കോൺടെസ്റ്റുകൾ നൽകുന്നു. അതിൽ കൂടുതൽ സെയിൽസ് കണ്ടക്ട് ചെയ്ത സെയിൽസ്മാന് പ്രൈസുകൾ നൽകുന്നൊരു ടൂളാണ് സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റുകൾ എന്ന് പറയുന്ന പ്രൊമോഷൻ ടെക്നിക്ക്. മറ്റൊന്ന് സെയിൽസ് മീറ്റിംഗ്, കൺവെൻഷൻസ് ആൻഡ് കോൺഫറൻസസ് ആണ്. ദീസ് ആർ കണ്ടക്റ്റഡ് വിത്ത് എ വ്യൂ ടു എഡ്യൂക്കേറ്റ്, ട്രെയിൻ, ഇൻസ്പയർ ആൻഡ് റിവാർഡ് ദ സെയിൽസ്മാൻ. ഇങ്ങനെയുള്ള മീറ്റിങ്ങും കൺവെൻഷനും കോൺഫറൻസൊക്കെ സംഘടിപ്പിക്കുന്നത് സെയിൽസ്മാനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യാനും അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യാനും അദ്ദേഹത്തിന് റിവാർഡ് നൽകാനൊക്കെയാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങും കൺവെൻഷനും കോൺഫറൻസുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ന്യൂ സെല്ലിംഗ് ടെക്നിക്സ് ആർ ഡിസ്ക്രൈബ്ഡ് ടു ദ സെയിൽസ്മാൻ ആൻഡ് ഡിസ്കസ്ഡ് ഇൻ ദ കോൺഫറൻസ്. ഈ കോൺഫറൻസിൽ പുതിയ സെല്ലിംഗ് ടെക്നിക്കുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഈ സെയിൽസ്മാനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഈ കോൺഫറൻസ് കൊണ്ട് സെയിൽസ്മാൻ്റെ സ്കില്ലും എഫിഷ്യൻസിയും അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ ഇൻക്രീസ് ചെയ്യുമെന്നതാണ് ഇതുകൊണ്ടൊക്കെയുള്ള ഗുണം എന്ന് പറയുന്നത്. മറ്റൊന്ന് ക്യാരക്ടർ മെർക്കൻഡൈസിംഗ് ആണ്. ദിസ് ടെക്നിക് ഇൻവോൾവ്സ് യൂസിങ് ക്യാരക്ടേഴ്സ് ഓർ മെർക്കൻഡൈസ് ടു എൻഹാൻസ് സെയിൽസ്. റിയൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ക്യാരക്ടർ മെർക്കൻഡൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടീഷർട്ടൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിൽ സൂപ്പർമാൻ്റെ പിക്ചർ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, അതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അത് വിൽക്കാൻ എന്നൊരു ടെക്നിക്കാണ് ക്യാരക്ടർ മെർക്കൻഡൈസിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫേമസ് ആക്ടർ ഓർ ആക്ട്രസിൻ്റെയൊക്കെ ബേസിൽ ആ ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ക്യാരക്ടർ മെർക്കൻഡൈസിംഗ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചറേഴ്സ് ആണ്. മാനുഫാക്ചർക്ക് എന്തൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ്, ഇറ്റ് പ്രൊമോട്ട് സെയിൽസ്. മാനുഫാക്ചറർക്ക് അദ്ദേഹത്തിൻ്റെ സെയിൽസ് പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ സെയിൽസ് പ്രൊമോഷൻ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്ട്സുകൾ മാർക്കറ്റിലേക്ക് മാനുഫാക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ഇമ്മീഡിയറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ്. ഇങ്ങനെ സെയിൽസ് പ്രൊമോഷൻ നൽകുന്നത് കൊണ്ട് തന്നെ പുതിയ കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ ആകർഷിപ്പിക്കാനും അവരെ നേടിയെടുക്കാനും സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സ് ആയവർക്ക് അവരെ നിലനിർത്താൻ ഇങ്ങനെയുള്ള ഓഫറുകളും ഇങ്ങനെയുള്ള ഡിസ്കൗണ്ടുകളും ഇങ്ങനെയുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. ഇറ്റ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ. സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള സെയിൽസ് സാധ്യമാകും. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വീണ്ടും മാനുഫാക്ചർക്ക് ചെയ്യാൻ സാധിക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്ന കോസ്റ്റുകളൊക്കെ കുറയും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയാൻ സാധിക്കും എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എൻകറേജിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ മിഡിൽ മാൻ ടു ടേക്ക് മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. മാനുഫാക്ചർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് മിഡിൽ മാന് കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മിഡിൽ മാന് കൂടുതലായിട്ട് മാനുഫാക്ചർ പ്രൊഡക്റ്റ് കളക്ട് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാൻ മിഡിൽ മാനെയും ഒരുപാട് എൻകറേജ് ചെയ്യിപ്പിക്കും ഈ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട്. കാരണം സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് മാത്രമുള്ളതല്ല, അത് ഡീലേഴ്സിനും അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സിനൊക്കെ നൽകുന്ന പ്രൊമോഷൻ ടെക്നിക്കുകളൊക്കെ സെയിൽസ് പ്രൊമോഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫേസിങ് കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളി. ഇറ്റ് ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേമിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളായിട്ട് മാനുഫാക്ചർക്ക് നേരിടാനും സെയിൽസ് പ്രൊമോഷൻ സഹായിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു മിഡിൽ മാൻ ആണ്. മിഡിൽ മാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ മിഡിൽ മാൻസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ അവർ മാനുഫാക്ചറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ എളുപ്പത്തിൽ വിൽക്കാൻ ഇങ്ങനെയുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ ഉപയോഗമുള്ളത് കൊണ്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ഇറ്റ് എൻഹാൻസസ് ദ ഗുഡ് വിൽ ഓഫ് മിഡിൽ മാൻ. ഇങ്ങനെയുള്ള പ്രൊമോഷൻ ടെക്നിക്കുകൾ നൽകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഗുഡ് വിൽ, മിഡിൽ മാന് കസ്റ്റമേഴ്സിനിടയിലുള്ള ഒരു ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ മാനുഫാക്ചറുടെ മുന്നിൽ മിഡിൽ മാൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും.
ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ്സ് ഓഫ് മിഡിൽമാൻ്റെ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കും. കാരണം കൂടുതൽ സെയിൽസ് വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇറ്റ് സിംപ്ലിഫൈസ് ദ വർക്ക് ഓഫ് മിഡിൽമാൻ്റെ വർക്ക് വളരെ എളുപ്പത്തിലാക്കാൻ ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളും ടൂൾസുകളും സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടു കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇറ്റ് ഗീവ്സ് ദ നോളജ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റിലേക്ക് പുതിയ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാൻ സഹായിക്കും. ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ന്യൂ യൂസസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ യൂസസൊക്കെ മായി ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനും സെയിൽസ് പ്രൊമോഷനിലൂടെ കിട്ടും. ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. കാരണം സെയിൽസ് പ്രൊമോഷനിലൂടെ കസ്റ്റമേഴ്സിന് വളരെ റീസണബിൾ പ്രൈസിൽ അല്ലെങ്കിൽ വളരെ ലാഭത്തിൽ തന്നെ പ്രൊഡക്ട്സുകൾ ലഭ്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ് ഒന്നും വരുന്നില്ല പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യപ്പെടും. ഇറ്റ് ഓഫേഴ്സ് എ നമ്പർ ഓഫ് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സ് ടു കൺസ്യൂമേഴ്സ്. ഈ സെയിൽസ് പ്രൊമോഷൻ ഓഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ക്യാഷിലുള്ള ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ക്യാഷിലല്ലാതെ ഗിഫ്റ്റും പ്രൈസുകളൊക്കെ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സൊക്കെ കൺസ്യൂമേഴ്സിന് നൽകപ്പെടുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കസ്റ്റമേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ കോമ്പറ്റീഷൻ. ഇങ്ങനെ മാനുഫാക്ചറും ഡീലേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ പ്രൈസ് വിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൺസ്യൂമേഴ്സിന് കിട്ടും എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ടു കൺസ്യൂമേഴ്സ്. ഇങ്ങനെയുള്ള സെയിൽസ് പ്രൊമോഷനിലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നോളജ് ആക്വയർ ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ട് സെയിൽസ് പ്രൊമോഷനെ കൺസ്യൂമേഴ്സിന് പരിഗണിക്കാവുന്നതാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണ്. സെയിൽസ് പ്രൊമോഷൻ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൺലി എ ഷോർട്ട് ടേം ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ട് ടേം എഫക്ട്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അഡ്വർടൈസ്മെൻറ്റ് ലോങ് ടേം ആക്ടിവിറ്റിയാണ്, സെയിൽസ് പ്രൊമോഷൻ ഷോർട്ട് ടേം ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം പർപ്പസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഷോർട്ട് ടേം എഫക്റ്റുകളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കൂടുമെന്നല്ലാതെ ഒരു ദീർഘകാലം പ്രോഫിറ്റ് കൂടുന്നൊരു സ്ഥിതി ഇതിനുണ്ടാവില്ല. സെയിൽസ് പ്രൊമോഷൻ എലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഡിസൈർഡ് റിസൾട്ട്. സെയിൽസ് പ്രൊമോഷൻ നൽകുന്നതുകൊണ്ട് മാത്രം കമ്പനി അവർ ആഗ്രഹിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഐ നീഡ്സ് ദ സപ്പോർട്ട് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. സെയിൽസ് പ്രൊമോഷൻ സക്സസ് ആവണമെങ്കിൽ അതിന് അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒക്കെ സപ്പോർട്ട് അനിവാര്യമാണ്. Too many sales promotion may adversely affect the brand image. ധാരാളം സെയിൽസ് പ്രൊമോഷൻ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റുമായി അവരുടെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് നൽകി കഴിഞ്ഞാൽ അത് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇറ്റ് മേ സിഗ്നൽ പ്രൊഡക്റ്റ് വീക്ക്നെസ് ടു കൺസ്യൂമേഴ്സ് ചിന്തിക്കുന്നത് ധാരാളം സെയിൽസ് പ്രൊമോഷൻ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ കാണുമ്പോൾ കൺസ്യൂമേഴ്സ് ചിന്തിക്കും ആ പ്രൊഡക്ട്സിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഓഫറുകൾ നൽകുന്നതെന്ന് ചിന്തിക്കും. അത് അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. The discounts are not real because price of the product has already been raised. സെയിൽസ് പ്രൊമോഷനിൽ നൽകുന്ന ഡിസ്കൗണ്ടുകൾ എന്ന് പറയുന്നത് ആക്ച്വലി അത് കൺസ്യൂമേഴ്സിന് ഫേവറബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് നൽകുന്നതിന് മുമ്പ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാർക്കറ്റർ ഇൻക്രീസ് ഓൾറെഡി ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റർക്ക് ഇതിലൊരു നഷ്ടവും ഉണ്ടാവുന്നില്ല. ഓക്കെ, കൺസ്യൂമേഴ്സിന് ആണ് ഇതിൻ്റെ നഷ്ടമെന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് എക്സ്പെക്ട് സെയിൽസ് പ്രൊമോഷൻ ഓൾ ദ ടൈം. ഈ സെയിൽസ് പ്രൊമോഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നൽകിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എപ്പോഴും ഇങ്ങനെയുള്ള സെയിൽസ് പ്രൊമോഷൻക്ക് വരുന്നവരെ ഇങ്ങനെ ഓഫർ വരുന്നവരെ വെയിറ്റ് ചെയ്യും. അവരെപ്പോഴും മാർക്കറ്റിൽ നിന്ന് അങ്ങനെയുള്ള പ്രൊമോഷണൽ ഓഫറുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമെന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഓക്കെ.